എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ പരസ്പര പ്രേരിത EMFന്റെ ഉൽപാദനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് 2 സോളിനോയിഡ് കോയിലുകൾ തയ്യാറാക്കാനും പരസ്പര പ്രേരിത EMF അളക്കാനും കഴിയും. ആദ്യം പരസ്പര പ്രേരിത EMF എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ട്രാൻസ്ഫോമറുകൾ, ജനറേറ്ററുകൾ, മോട്ടോറുകൾ എന്നിവയിലെ പ്രധാന പ്രവർത്തന തത്വമാണ് പരസ്പര പ്രേരിത EMF. ഒരു കോയിലിൽ തൊടാതെ മറ്റൊരു എനർജൈസ്ഡ് കോയിലിന്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സാണ് പരസ്പര പ്രേരിത EMF. എ, ബി എന്നിങ്ങനെ 2 കോയിലുകൾ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. യഥാക്രമം കോയിൽ എ, കോയിൽ ബി എന്നിവയിൽ വോൾട്ടേജ് ഉറവിടവും വോൾട്ട്മീറ്ററും ബന്ധിപ്പിക്കുക. നിങ്ങൾ കോയിൽ ബിയെ കോയിൽ എയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കോയിൽ എയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലക്സ് കോയിൽ ബിയുമായി ഇടപഴകുകയും കോയിൽ ബിയിൽ EMFന് കാരണമാകുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ, ഒരു കോയിലിൽ ഒഴുകുന്ന കറണ്ട് അയൽ കോയിലിൽ ഒരു വോൾട്ടേജ് ഉണ്ടാക്കും. മറ്റൊരു അയൽ കോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലക്സിലെ മാറ്റം കാരണം ഒരു കോയിലിൽ പ്രേരിപ്പിക്കുന്ന EMFനെ പരസ്പര പ്രേരിത EMF എന്ന് വിളിക്കുന്നു. ഒരു സർക്യൂട്ടിലെ കാന്തിക മണ്ഡലത്തിലെ മാറ്റം അറിയാൻ ഒരു സർക്യൂട്ടിലെ കാന്തിക മണ്ഡലത്തിലെ മാറ്റം അയൽ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജിനെ പ്രേരിപ്പിക്കുമ്പോൾ പരസ്പര പ്രേരിത ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF ഇൻഡ്യൂസ് ആകുന്നു. ഫാരഡെയുടെ വൈദ്യുത കാന്തിക ഇൻഡക്ഷൻ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രതിഭാസം. ട്രാൻസ്ഫോമറുകൾ, ജനറേറ്റർ, മറ്റ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനം ഇത് അടിസ്ഥാനമാക്കിയാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ലളിതമായി നമുക്ക് നോക്കാം. കാന്തിക മണ്ഡലം മാറ്റുന്നു. ഒരു കോയിലിനോ കണ്ടക്ടർക്കോ ചുറ്റുമുള്ള കാന്തിക ക്ഷേത്രം ശക്തിയിലോ ദിശയിലോ മാറുമ്പോൾ അത് അടുത്തുള്ള കണ്ടക്ടറുകളിൽ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെ, അതായത് വോൾട്ടേജ്, പ്രേരിപ്പിക്കുന്നു. കാന്തിക ക്ഷേത്രത്തിലെ ഈ മാറ്റം കാന്തങ്ങളുടെ ചലനം, സമീപത്തെ വയറുകളിലെ കറന്റ് ഫ്ലോയിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ കാന്തിക പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ എന്നിവ കാരണം സംഭവിക്കാം. ഫാരഡെയുടെ നിയമം. ഫാരഡെയുടെ നിയമം പ്രസ്താവിക്കുന്നത് പ്രേരിപ്പിച്ച EMFന്റെ അളവ് സർക്യൂട്ടിലൂടെയുള്ള കാന്തിക പ്രവാഹത്തിന്റെ മാറ്റത്തിന്റെ നിരക്കിന് ആനുപാതികമാണ്. കാന്തിക പ്രവാഹം എന്നത് ഒരു നിശ്ചിത പ്രദേശത്തിലൂടെയുള്ള കടന്നുപോകുന്ന കാന്തിക ക്ഷേത്രത്തിന്റെ അളവാണ്. ഇത് കാന്തിക ക്ഷേത്രത്തിന്റെ ശക്തിയെ ഫീൽഡ് ലൈനുകൾക്ക് ലംബമായ പ്രദേശം കൊണ്ട് ഗുണിച്ചാണ് കണക്കാക്കുന്നത്. പരസ്പര പ്രേരണ. ഒരു സർക്യൂട്ടിന്റെ മാറുന്ന കാന്തിക മണ്ഡലം മറ്റൊരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജിനെ എത്രത്തോളം പ്രേരിപ്പിക്കുന്നു എന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നിർണ്ണയിക്കുന്നത്. കോയിലുകളിലെ തിരിവുകളുടെ എണ്ണം, അവയുടെ സാമീപ്യം, കപ്ലിംഗ് കോയിഫിഷ്യന്റ് തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും പരസ്പര പ്രേരണ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ദിശ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ദിശ കാന്തിക മണ്ഡലത്തിന്റെ മാറ്റത്തിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കുന്നു. ലെൻസിന്റെ നിയമമനുസരിച്ച് കാന്തിക പ്രവാഹത്തിന് കാരണമായ മാറ്റത്തെ എതിർക്കാൻ പ്രേരിപ്പിച്ച EMF എല്ലായ്പ്പോഴും പ്രവർത്തിക്കും. ഈ തത്വം ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുന്നു. ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 2 നൈലോൺ ബോബിനുകൾ എടുക്കുക. 400 തിരിവുകൾക്കായി 22 SWG സൂപ്പർ ഇനാമൽ ചെമ്പ് വയർ ഉപയോഗിച്ച് ബോബിൻ പൊതിഞ്ഞ് ഒരു സോളിനോയിഡ് കോയിൽ ഉണ്ടാക്കുക. അത് കോയിൽ എ ആകട്ടെ. അതേ ചെമ്പ് വയർ ഉപയോഗിച്ച് 400 തിരിവുകൾ പൊതിയുക. ഒരു സോളിനോയിഡ് കോയിൽ ഉണ്ടാക്കുക. അത് കോയിൽ ബി ആകട്ടെ. ഓരോ കോയിലിന്റെയും രണ്ടറ്റത്തും 1 ഇഞ്ച് ഇനാമൽ അല്ലെങ്കിൽ ഇൻസുലേഷൻ നീക്കം ചെയ്യുക. കോയിൽ എയും കോയിൽ ബിയും തമ്മിൽ 1 അടി അകലം പാലിക്കുക. കോയിൽ എയുടെ അറ്റത്ത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ബന്ധിപ്പിക്കുക. കോയിൽ ബിയുടെ അറ്റത്ത് ചലിക്കുന്ന ഇരുമ്പ് വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. ഇപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഓണാക്കി നോബിന്റെ സഹായത്തോടെ ഓട്ടോ ട്രാൻസ്ഫോമറിലെ വോൾട്ടേജ് ക്രമേണ 100 വോൾട്ട് വരെ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ തൊടാതെ കോയിൽ ബി കോയിൽ എയിലേക്ക് പതുക്കെ നീക്കുക. കോയിൽ ബി കോയിൽ എയിലേക്ക് നീങ്ങുമ്പോൾ വോൾട്ട്മീറ്റർ റീഡിംഗുകൾ സാവധാനത്തിൽ വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ ചർച്ച ചെയ്യാം.
എ, ബി എന്നീ 2 കോയിലുകൾ എടുക്കുക. ഓരോ കോയിലും 400 തിരിവുകൾക്കായി 22 SWG ഉള്ള ഒരു ഇനാമൽ ചെയ്ത ചെമ്പ് വയർ ഉപയോഗിച്ച് മുറിക്കുന്നു. എ, ബി കോയിലുകളുടെ അറ്റത്തുള്ള ഇൻസുലേഷൻ 1 ഇഞ്ച് നീക്കം ചെയ്യുക. കോയിൽ എയുടെ 2 ടെർമിനലുകളിൽ 12 വോൾട്ട് ബാറ്ററി ബന്ധിപ്പിക്കുക. കോയിൽ ബിയുടെ അറ്റത്ത് 10 mm LED ലൈറ്റ് ബന്ധിപ്പിക്കുക. ഇപ്പോൾ കോയിൽ ബിയെ കോയിൽ എയിലേക്ക് നീക്കുക. പരസ്പര ഇൻഡക്ഷൻ കാരണം കോയിൽ ബി കോയിൽ എയിലേക്ക് അടുപ്പിക്കുമ്പോൾ LED ലൈറ്റ് തിളങ്ങാൻ തുടങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് പരസ്പരം പ്രേരിപ്പിച്ച EMF സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.